ഈ ഇറങ്ങേട് പിടിച്ചോളല്ലേ പാട്ടുപാടി വിളിച്ചു വരുത്തിയത്. அப்ப நிறுத்துங்க அப்பா. செத்து போயிட்டும் நீங்க எங்களோட காதலை ஏன் புரிஞ்சுக்க மாட்டேங்கிறேன்? നീ ചുമ്മാ ഇരി. നീ പഠിച്ചില്ലേ ഹനാൻ പറഞ്ഞവനെ? ഇവിടെ നമുക്ക് വേണ്ടാന്ന് ഈ വായവാച്ചവൻ. ഇല്ല പാപ്പ, എനിക്ക് എന്റെ കോമള ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. അതിന് ഇച്ച് വയ്യത്തായില്ലേ വായ? നിങ്ങളെല്ലാവരും നടക്കുന്നുണ്ടോ? ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ഇനി എന്നെ കൊണ്ടാവും തോന്നുന്നില്ല. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. കുടമറ്റത്ത് കുത്തുമച്ചോ. ആരാണ് എന്നെ ഇങ്ങനെ അലറി വിളിക്കുന്നത്? ഞാനാണച്ചോ. ഈശാഭിഷേകം സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. കുഞ്ഞാടെ, നീ എന്തിനാ എന്നെ ഇപ്പോ ഈ ശവപ്പറമ്പിലോട്ട് വിളിച്ചു വരുത്തിയത്? അച്ചോ, ഇവരെയൊക്കെ കൊണ്ട് തോറ്റച്ചോ. പ്രേമിക്കുന്നവരെ ഒന്നിക്കാൻ സമ്മതിക്കുന്നില്ല ഈ സുബുസ്വാമിയും ഹാജിയാരും. മുസ്ലിമാണ് ഹിന്ദുവാണ് എന്ന് പറഞ്ഞ ബഹളം. അച്ഛൻ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം. പ്രയാസമാണ്, എങ്കിലും ശ്രമിക്കാം. പ്രേമിക്കുന്ന കുഞ്ഞാടുകളുടെ പേരെന്താണ്? കാതലും കോമളവും അച്ചോ. ഗോമണം? അങ്ങനത്തെ ഒരു പേര് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ കുഞ്ഞാടെ. കോമളമല്ല അച്ചോ, കോമളം. അത് ശരി. അയ്യോ ഫാദർ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ആത്മാക്കൾ പാടി പാടി ചങ്ക് പൊട്ടി മരിക്കാതിരിക്കും. ഇരു കുടുംബങ്ങളും ഇങ്ങനെ വാശി പിടിക്കരുത്. ഒന്നില്ലെങ്കിലും നിങ്ങൾ മരിച്ച ആത്മാക്കളല്ലേ. அப்படி சொல்லாதே ஃபாதர். செத்தே போனாலும் நாங்களெல்லாம் பிராமண குடும்பமாக்கும். எங்க வீட்டுல எல்லாம் எல்லாம் சொல்லக்கூடாது. പൊന്നു കത്തനാരെ, ഞങ്ങൾക്ക് ആ പള്ളിയിൽ പോയി നിർത്തിക്കാരി ചൊല്ലിയാ പോരെ? പങ്ങാട്ട് കെട്ടിയെടുത്ത് ഡയലോഗ് അടിക്കണ പല കാര്യണ്ടാ. നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം മനസ്സിലാക്കണം. രണ്ട് മതങ്ങളാണെങ്കിലും നിങ്ങൾ ഒരു ജാതിയാണ്, മനുഷ്യജാതി. നിങ്ങളുടെ മക്കൾ പരസ്പരം സ്നേഹിച്ചു പോയി. അവരും നിങ്ങളും മരിച്ചു. എന്നിട്ടും നിങ്ങൾ ആത്മാക്കളായി വാഴുന്നു. നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ലാത്തത് എന്തെന്ന് എന്താ ചിന്തിക്കാത്തത്? ഈ രണ്ടാത്മാക്കളെ ഒന്നിപ്പിക്കാതെ ദൈവത്തിന് പോലും നിങ്ങളെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇവരുടെ സ്നേഹത്തെ മനസ്സിലാക്കൂ, ദൈവത്തെ മനസ്സിലാക്കൂ. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെ ബ്രാഹ്മണ കുടുംബവും മുസ്ലിം കുടുംബവും ഒന്നിച്ചു. എല്ലാരും സന്തോഷിച്ചു, ആഘോഷിച്ചു. ഇതാ ഇവിടെ കോമളത്തിന്റെയും കാതറിന്റെയും കല്യാണം നടക്കാൻ പോകുന്നു. എല്ലാം മംഗളം ശുഭം.